ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഒരു 3Mൻ്റെ ഹെഡ്ലൈറ്റ് റീസ്റ്റോറേഷൻ കിറ്റുമായിട്ടാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഹെഡ്ലൈറ്റിനകത്തൊക്കെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഒരു യെല്ലോയിഷ് കളറും ഒരു ബ്ലേഡ്നെസ്സും ഒക്കെ വരും. അതൊന്ന് ക്ലിയർ ചെയ്ത് പുത്തൻ പോലെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്, ഒരു റീസ്റ്റോർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു കിറ്റാണിത്. 3Mൻ്റെ ഒരു റീസ്റ്റോറേഷൻ കിറ്റ്. ഇതാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. ഇതിനകത്ത് എന്താ ഇൻക്ലൂഡ് ആയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാൻഡിങ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ്. നമുക്കിത് അവൈലബിൾ അല്ല, ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാനിപ്പോൾ അതിൻ്റെ ഗ്രേഡ് പറയാം. ആ ഗ്രേഡിലുള്ള സാൻഡ് പേപ്പർ മേടിച്ച് ആണെങ്കിലും നമ്മൾ വർക്ക് ചെയ്താൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് തന്നെ അങ്ങ് ഉണ്ടാക്കി. അപ്പോൾ പിന്നെ സൗകര്യമാണല്ലോ, നമുക്ക് നോക്കി കറക്റ്റായിട്ടത് ഫോളോ ചെയ്യാം. അപ്പോൾ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അതേതായാലും വീഡിയോയുടെ അവസാനം ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ പിന്നെ ഇത് യൂസ് ചെയ്യുന്നവർക്കൊക്കെ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പം നമുക്ക് ആ ചെക്ക് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ പോവാം. ആദ്യം വേണ്ടത് നമുക്ക് കുറച്ച് സോപ്പ് വാട്ടർ തന്നെയാണ്. അതാണ് ആദ്യം വെച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഹെഡ്ലൈറ്റ് പ്രോപ്പറായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അത്. സോപ്പ് വാട്ടർ ഇത്രയും അല്ല, കുറച്ച് കൂടുതൽ എടുത്തോളൂ. നമുക്ക് 2 ഹെഡ്ലൈറ്റും കഴുകാനുള്ളൂ. പിന്നെ കിറ്റിനകത്ത് ഉൾപ്പെടാത്ത വേറൊരു സാധനം ഞാൻ എടുത്തിരിക്കുന്നത് ഡ്രില്ലിംഗ് മെഷീനും ഒരു ഇച്ചിരി ഫ്രഷ് വാട്ടറാണ്. അതൊരു സ്പ്രേ ബോട്ടിലെടുത്തു. പിന്നെ 3M കിറ്റിൻ്റെ കൂടെ തന്നെ കിട്ടിയൊരു മാസ്ക്. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വേറെ വല്ല മാസ്കിൻ്റെ കൊണ്ട് അതായാലും മതി. ഈ പ്രോസസ്സ് ചെയ്യുമ്പം ചുറ്റിനും ഹെഡ്ലൈറ്റിൻ്റെ ചുറ്റിനുമുള്ള പെയിൻ്റ് ഒന്നും ഡാമേജ് ആവരുതല്ലോ, അതിന് വേണ്ടിയിട്ട് അതങ്ങനെ ചുറ്റിനും ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നുള്ളത് എൻ്റെ കയ്യിലൊരു ഡ്രില്ലിംഗ് മെഷീനാണ്. അത് ഏത് തരത്തിലുള്ള മെഷീനാണോ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യാം. അടുത്ത് വന്നിരിക്കുന്ന സാധനം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അത് പക്ഷേ എനിക്ക് 3M കിറ്റിൻ്റെ കൂടെ കിട്ടിയതാണ്. ഈ സാധനങ്ങളെല്ലാം ഈ സാൻഡ് പേപ്പറെല്ലാം ഒട്ടിക്കാൻ പറ്റിയൊരു ഹോൾഡറാണ് ഡ്രില്ലിംഗ് മെഷീനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി. അതെങ്ങനെ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ആ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അത് മനസ്സിലാവും. ഇത് P500 സ്പെക്കിലുള്ള സാൻഡിങ് പേപ്പറാണ്. ഒരു 6-7 എണ്ണം തന്നിട്ടുണ്ട് 2 ഹെഡ്ലൈറ്റിനും യൂസ് ചെയ്യാൻ വേണ്ടി. ഇത് P800 സ്പെക്കിലുള്ള സാൻഡിങ് പേപ്പർ. പിന്നുള്ളത് 3000 സ്പെക്കിലുള്ള സാൻഡിങ് പേപ്പറാണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് വെള്ളവും സ്പ്രേ ചെയ്ത് വേണം യൂസ് ചെയ്യാൻ. അടുത്തത് കാണുന്നത് ഒരു സ്പോഞ്ചാണ്. ഫൈനൽ പോളിഷിന് വേണ്ടിയിട്ടുള്ള സ്പോഞ്ചാണ്. ഫൈനൽ ടച്ചിൽ ആ ബ്ലാക്ക് പാക്കറ്റിലുള്ള പോളിഷും ഈ സ്പോഞ്ചിലിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഗ്ലേസിങ് വരും. ഈ 3M കിറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ഈ ഹോൾഡർ ഒന്ന് ഉണ്ടാക്കാൻ സാധിച്ചാൽ ബാക്കി ഈ 3 സ്പെക്കിലുള്ള P500, P800, 3000 ഈ 3 സാൻഡ് പേപ്പേഴ്സ് നമുക്ക് കടകളിൽ നിന്നോ വല്ലതും മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോസസ്സ് അല്ലാതെയും ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ബ്ലാക്ക് കവറിലുള്ള പോളിഷ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ആ ഗ്ലോസി ലുക്ക് മാത്രമല്ല, അത് UV റേസിൽ നിന്നും സൺലൈറ്റിൽ നിന്നും ഒക്കെ പ്രൊട്ടക്ഷൻ തരികയും ചെയ്യും, വീണ്ടും യെല്ലോ കളർ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു 3000 സാൻഡ് പേപ്പർ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്യണമെന്ന്. അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന വെള്ളമാണത്. ഇത്രയും പോലെ നല്ല ക്വാണ്ടിറ്റി എടുക്കണം. അതിങ്ങനെ ചെയ്യുമ്പോൾ ആ പ്രോസസ്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ഒരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്തും അതെല്ലാം ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്ത് തൂത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ടിഷ്യൂ പിന്നെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴും നന്നായിട്ടൊന്ന് ഹെഡ്ലൈറ്റ് തൂത്ത് വൈപ്പ് ഔട്ട് ചെയ്യണം. ഇതായിരുന്നു ഈ കാറിൻ്റെ സിറ്റുവേഷൻ. അത്യാവശ്യം നല്ല യെല്ലോയിഷ് കളർ ഉണ്ടായിരുന്നു. അത് ആ മിഡിൽ ആ ഗ്രില്ലിൻ്റെ ഹോണ്ട സ്റ്റഡും ഹെഡ്ലൈറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ആ മൈൽഡ് സോപ്പ് വാട്ടർ വെച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം ഹെഡ്ലൈറ്റ്. അത് ആ ഹെഡ്ലൈറ്റിൻ്റെ പുറത്തുള്ള എല്ലാ തരത്തിലുള്ള ചെറിയ ചെളിയും അഴുക്കും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം സോപ്പ് വാട്ടർ വെച്ച് വൃത്തിക്കൊന്ന് കഴുകി ക്ലിയർ ആക്കി എടുക്കുന്നത്. നന്നായിട്ട് വെച്ച് വൃത്തിയാക്കി. ഒരു പ്രത്യേക കാര്യമുണ്ട്, നമുക്ക് 3 സ്റ്റേജുള്ള സാൻഡിങ് ആണ് ഉള്ളത്. ആ 3 സ്റ്റേജിനുമുള്ള ഒരു ടൈം ഫ്രെയിമും ഞാനിവിടെ ചെക്ക് ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഫോളോ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കണം ഫുൾ റിസൾട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് എന്ന രീതിയിൽ നമുക്ക് ഹെഡ്ലൈറ്റിന് ചുറ്റിനുമുള്ള പെയിൻറ്റ് പാർട്സിനും ഫുള്ള് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. സാൻഡ് ചെയ്യുന്ന ടൈമിൽ അബദ്ധത്തിൽ പെയിൻറ്റ് വല്ലതും കയറി പെയിൻറ്റ് ഡാമേജ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റെപ്പ് 3ൽ നമുക്ക് ആ ഹോൾഡർ ഫിക്സ് ചെയ്യാം. ഈ ഹോൾഡറിലാണ് നമ്മൾ നമ്മുടെ സാൻഡിങ് പേപ്പേഴ്സ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. നമ്മൾ P500ൻ്റെ സാൻഡ് പേപ്പർ എടുത്തു. അതുകൊണ്ട് നമ്മുടെ ഹോൾഡറിലോട്ട് ഫിക്സ് ചെയ്യണം. ജസ്റ്റ് വെച്ചാൽ മതി, അത് ഒട്ടിപ്പിടിച്ചോളും. ഇതാണ് നമ്മുടെ പ്രോസസ്സിൻ്റെ മെയിൻ ഫസ്റ്റ് സ്റ്റേജ്. ഈ സാൻഡിങ് കൊണ്ട് എന്താണ് മെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്തുള്ള എല്ലാ തരത്തിലുള്ള യെല്ലോ കളറും എല്ലാ രീതിയിലുള്ള മഞ്ഞ നിറവും മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതിനകത്ത് ചെക്ക് ലിസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കറക്റ്റ് 7 to 10 മിനിറ്റ് നമ്മളത് യൂസ് ചെയ്യണം. ഫുള്ളായിട്ട് ആ മഞ്ഞ നിറം, പുറത്തുള്ള എല്ലാ രീതിയിലുള്ള മഞ്ഞ നിറവും പോകാൻ വേണ്ടിയിട്ടാണ്. ചില ഹെഡ്ലൈറ്റ് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിൻ്റെ അകത്താണ് മഞ്ഞ നിറമെന്ന്. ശരിക്കും അകത്ത് മഞ്ഞ നിറം വരത്തില്ല, പൊട്ടലുണ്ടെങ്കിൽ മാത്രമേ വരത്തുള്ളൂ, പുറത്തായിരിക്കും. എന്നിട്ട് ചെയ്ത് കഴിഞ്ഞ് 7 to 10 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് തൂക്കണം. അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ P800 വെച്ച് ഒരു 5 to 7 മിനിറ്റ് നന്നായിട്ട് സാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഓൾറെഡി നമ്മൾ മറ്റേ ചെയ്തപ്പം യെല്ലോയിഷ് കളർ മുഴുവൻ പോയി.
ഇതിപ്പം ഒന്നുകൂടെ വൈറ്റ് ക്ലൗഡഡ് ആയിട്ട് ഫുൾ സ്ക്രാച്ച് ആയിട്ട് തോന്നും. അത് കണ്ട് ഒരിക്കലും പേടിക്കേണ്ട. നമുക്കത് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും. പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഫുള്ളായിട്ടൊരു വൈറ്റ്നെസ് കണ്ടില്ലേ, ഫുൾ ബ്ലേർഡായിട്ട് ഇങ്ങനെ കാണുമ്പോൾ നമ്മളും ഒന്ന് പേടിക്കും. ഓക്കെയാണ്. അടുത്തത് സ്റ്റേജ് 3 ആണ്. ഇതിലാണ് നമുക്ക് ഹെഡ്ലൈറ്റ് ഏകദേശം ക്ലിയർ ആയി കിട്ടേണ്ടത്. നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് ഹെഡ്ലൈറ്റിലും ഇതേലും നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് വേണം ഇത് ചെയ്യാൻ. ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഹെഡ്ലൈറ്റ് ക്ലിയർ ആയി വന്ന് തുടങ്ങിക്കൊണ്ടിരിക്കും. നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്യാൻ എപ്പോഴും ഓർത്തോണം. നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് വേണം ഇത് ചെയ്യാൻ. മാക്സിമം ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ മഴയോ വെയിലോ ഒന്നും കൊള്ളാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഫൈനൽ സ്റ്റേജാണ്. നമുക്ക് നമ്മുടെ സ്പോഞ്ച് ഫിക്സ് ചെയ്ത് ഈ പാക്കറ്റിനകത്തുള്ള പോളിഷും അതേൽ ഇട്ട് നന്നായിട്ട് ഇത്രയും നേരം ചെയ്തതുപോലെ തന്നെ ഞാൻ ഒരു ടൈം ഫ്രെയിം പറയുന്നുണ്ട്. ആ ടൈം ഫ്രെയിമിൽ നമ്മളൊന്ന് പോളിഷ് ചെയ്തെടുക്കുക. ഇത് കാണുമ്പോൾ ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണെന്നും ഹെഡ്ലൈറ്റ് ഡാമേജ് ആയിപ്പോകാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല സിമ്പിൾ പരിപാടിയാണ്. ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് നമ്മുടെ ഹെഡ്ലൈറ്റ് നല്ല പുതിയതുപോലെ ഇരിക്കും. കണ്ടില്ലേ ആ വ്യത്യാസം? സെൻട്രൽ സ്റ്റഡും ഈ ഇൻഡിക്കേറ്റർ ആ ഒരു ഹെഡ്ലൈറ്റുമായിട്ടുള്ള ഡിഫറൻസ് കണ്ടില്ലേ? പുതിയതുപോലെ. ഇത് പഴയ ഈ പ്രോസസ്സ് ചെയ്യാത്ത ഹെഡ്ലൈറ്റ്. അപ്പുറത്ത് കാണുന്നത് നമ്മളിപ്പോൾ പ്രോസസ്സ് ഫിനിഷ് ചെയ്ത ഹെഡ്ലൈറ്റ് പുത്തം പോലെ. ഇതാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. കണ്ടില്ലേ? ഇതാണ് റിസൾട്ട്. ഈ കാണുന്ന റിസൾട്ട് ഒരു തരത്തിലുള്ള ഫിൽറ്റേഴ്സും യൂസ് ചെയ്യാത്തതാണ്. നമ്മുടെ ആ വണ്ടിയുടെ ലുക്ക് തന്നെ കംപ്ലീറ്റ്ലി ഇതിന് വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിൽ കൊടുത്തോ അല്ലെ പുതിയ ഹെഡ്ലൈറ്റ് മാറ്റിയോ പൈസ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.